are coming from Kerala and they are highly disappointed. It's all because Good morning. Eat and Travel പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ്. ഇന്നലെ രാത്രി ഗോളിയറിൽ സ്റ്റാർട്ട് ചെയ്തു, ആഗ്രയിൽ വന്നു. ഇനിയിപ്പോൾ ആഗ്രയിൽ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നമുക്കൊരു മണാലി പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു 1K അടിക്കാനുള്ള സാഹചര്യം നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മൾ ഇന്നലെ ഗോളിയർ എത്തുന്നതിന് മുമ്പ് വീഡിയോ അവസാനിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇന്നലെ അതിനുശേഷം ഗോളിയറിൽ നിന്ന് നമ്മൾ ആഗ്രയിൽ വന്നു, റൂം എടുത്തു, സ്റ്റേ ചെയ്തു. ഇപ്പോൾ രാവിലെ നമ്മൾ ആഗ്രയിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാനുള്ള പരിപാടിയിലൊക്കെ പോവുകയാണ്. ഇതാണ് Namaste. Myself Ravi, I'm a tour guide. I have a guest with me from Kerala and we were very excited to go to Taj Mahal. I was taking them and we were very happy, and all of a sudden we came to know that Taj Mahal is closed without having any information before. So these guys are coming from Kerala and they are highly disappointed. It's all because of we have no information and they do not want to know that what is the reason behind it. So it is very painful for those people whoever coming over here to see Taj Mahal and they are not seeing Taj Mahal. Before we are going inside, it's like dream became a nightmare. So it was very sad thing for us. താജ്മഹൽ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ താജ്മഹൽ പൂട്ടി നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാണ്, പക്ഷെ താജ്മഹൽ അവിടെ കയറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും തിരിച്ച് ഇറക്കി വിടുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഗൈഡ്സ് ആണ്, പക്ഷെ അവർക്ക് അവിടെ കയറാനുള്ള അവസരം ഇല്ല. അപ്പോൾ അവരവിടെ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. അവിടെയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ നമ്മളെ ഇറക്കി വിട്ടു. അപ്പോൾ നമ്മൾ താജ്മഹലിന് എപ്പോൾ തുറപ്പു എന്നുള്ള ഒരു ഇത് പറയുന്നില്ല അവർ. നമുക്കറിയില്ല, നമുക്ക് നോക്കാം താജ്മഹൽ കാണാൻ പറ്റുമോ. അപ്പോൾ ഞങ്ങളൊന്ന് ആഗ്ര ഫോർട്ട് വരെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ ആഗ്ര ഫോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ താജ്മഹൽ ചെന്നു, അവിടെ ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മളെ അടച്ചു. താജ്മഹൽ നമ്മളകത്തേക്ക് വിട്ടില്ല. അതിനുശേഷം നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആഗ്ര ഫോർട്ടിന് മുമ്പിലാണ് രാകേഷ്. ഇപ്പൊ നമുക്ക് ന്യൂസ് വന്നു താജ്മഹൽ വീണ്ടും ഓപ്പൺ ആയിട്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് താജ്മഹലിൻ്റെ. ഇനി നമ്മൾ നേരെ താജ്മഹലിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് നമുക്ക് അടുത്തൊരു വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രയിലേക്കുള്ള ടിക്കറ്റ് ഓൺലൈനിലാണ്. അതെ, നമ്മളിപ്പോൾ ആഗ്ര ഫോർട്ടിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ആഗ്ര ഫോർട്ട് ഇതാണ്. ആഗ്ര റെഡ് ഫോർട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം. ആഗ്രയുടെ റെഡ് ഫോർട്ട് എന്നറിയപ്പെടുന്ന ഇതാണ്. കണ്ടോ, ഇതാണിപ്പോൾ ആഗ്ര ഫോർട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊരു ഭയങ്കര വലിയൊരു ഫോർട്ടാണ്. ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നല്ല അതിമനോഹരമായ അറ്റം വരെ നമുക്ക് ഈ ഫോർട്ട് ഇങ്ങനെ കൊട്ടാരം പണിത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ ഈ കോട്ടയുടെ അകത്താണ്. കോട്ടയുടെ അകത്ത് കംപ്ലീറ്റ് കരിങ്കല്ല് കൊണ്ട് പണിത് വെച്ചിരിക്കുന്ന ഒരു സാധനം. കംപ്ലീറ്റ് കരിങ്കല്ലാണ്. നമുക്ക് ചുറ്റുവട്ടം നോക്കിയാൽ കംപ്ലീറ്റ് കരിങ്കല്ലായി കൊണ്ട് തീർത്തേക്കുന്നത്. രസകരമായ കോട്ട കാണേണ്ട കാഴ്ച. അതിൽ നമ്മൾ ഒരു ഭയങ്കര രസമായി പോയി. നല്ലൊരു മുകളിലൊക്കെ നല്ല ഇങ്ങനെ കംപ്ലീറ്റ് കോട്ടകളാണ്.
ഇന്ത്യയിലെ നമ്മളെ ആഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആഗ്രയിലെ ഏറ്റവും പുരാതനമായൊരു ആഗ്ര റെഡ് ഫോർട്ട് ആണ് നമ്മൾ ഈ കാണുന്നുണ്ട്. ഇത് ആഗ്ര റെഡ് ഫോർട്ടാണ്. ഇതൊരു ഭയങ്കര സംഭവമാണ് ആഗ്ര. റെഡ് ഫോർട്ട് എന്നറിയപ്പെടുന്ന സംഭവം ഇത്രയും ഭയങ്കര വലുതായിട്ടൊരു നല്ലൊരു സെറ്റപ്പാണ്. സ്ഥലങ്ങളാണ് ആഗ്ര ഫോർട്ടുമായി ബന്ധപ്പെട്ടുള്ള. എടുത്തോ ഫോട്ടോ, രാജിന്റെ എടുത്തോ. ഫോർട്ടിന്റെ അകത്തേക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ ഫോർട്ടിന്റെ അകത്തുള്ള നല്ല കാഴ്ചകളാണ്. ഫോർട്ട് ഇങ്ങനെ നല്ല തിരക്കുണ്ട്, നല്ല ക്രൗഡാണ്. അതെ, മാസ്ക് ഇല്ല, ആളുകൾക്കൊന്നും മാസ്ക് ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു കൈ പിടിച്ചിട്ടുണ്ട്, കാര്യം ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ മാസ്ക് ഇടുന്നുണ്ട്. അതെ, ആളുകൾ ഗൈഡ് വേണോന്ന് ചോദിച്ചു. നമുക്ക് എന്ത് ഗൈഡ്? ശരിക്കും കോട്ടകൾ ഒരു ഭയങ്കര രസകരമായിട്ട് ഒരു പണിതെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ കാണാനായിട്ട്, അല്ലേ? നമ്മൾ കണ്ടു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കി താജ്മഹലിന്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ആ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് താജ്മഹലാണ്. ഉണ്ടോ താജ്മഹൽ? ഈ ആഗ്ര ഫോർട്ടിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാം. ഇതിങ്ങനെ ഈ കോട്ടയുടെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു ചെറിയ ഇരിക്കുന്നത്, അവിടെയൊക്കെ നമുക്ക് നോക്കിയത് ഇങ്ങനെ കാണാൻ പറ്റും. വീണ്ടും ശരിക്കും നമ്മൾ കോട്ടയുടെ അകത്തുനിന്നാണ് കാണിക്കുന്നത്. കോട്ടയുടെ അകത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. അതിന്റെ അപ്പുറത്താണ് യമുന ലൈക്കിനെ ഇത് കാണുന്നത്. അതെ, നമ്മൾ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ പ്ലേസ് ഒരുപാടുള്ള സ്ഥലമാണ് ഇന്ത്യ. ശരിക്കും കാണേണ്ടതാണ്. നമ്മളെല്ലാം കണ്ടിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണേണ്ട സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമുക്ക് കണ്ടാൽ ഒരുപാട് മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു സമയമാണ്. നല്ല തണുപ്പ് ബിൽഡിങ്ങിനകത്ത്. അതുമാത്രമല്ല, അതൊരു എത്ര നമുക്ക് കണ്ടാലേ ഒരു സ്ഥലത്തിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്ന സ്ഥലമായിരുന്നു. അതൊരു നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇത്രയും പാണത്തോടെ വെച്ചിരിക്കുന്നു. ഉണ്ടോ? പഴയ കാലത്തൊക്കെ ഇത്രയും ഇതനുസരിച്ച് പണിയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അല്ലേ? നമ്മൾ തിരിച്ച് രവിവായുടെ അടുത്ത് തന്നെ വന്നു. നമ്മൾ താജ്മഹൽ തുറന്നിട്ടുണ്ട്. അപ്പൊ അത് കാണാന്നുള്ളത് കൊണ്ട് തിരിച്ച് താജ്മഹലിന്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി വ്യൂസ് ഒക്കെ നമുക്ക് താജ്മഹലിന്റെ അവിടെ. Luckily they got a chance again to go over there. Sure. Your prayer. Yes, I'm very glad to take them. Okay. Because this is what I wanted, that when they are traveling from so long, Okay. so they can go to see the Taj Mahal. Okay. And fortunately we are going again. Okay. So we are looking forward. We are excited again. അതെ, അപ്പൊ നമ്മൾ വീണ്ടും കണ്ടിട്ട് ബാക്കി വരാം. താജ്മഹൽ വന്നിട്ട് തിരിച്ചു പോയതാണ്. കാര്യം ഇവിടെ അപ്പൊ ഓൾറെഡി ഇപ്പൊ വിഷ്ണുവിന്റെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു താജ്മഹലിൽ ബോംബ് ഉണ്ടെന്നും പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് വന്നു. അപ്പൊ അതുകൊണ്ട് താജ്മഹൽ അടച്ചു പൂട്ടിയത്.
അപ്പോൾ അതിനുശേഷം വീണ്ടും ഇവിടെ ആ പറഞ്ഞ ആൾ ഫേക്ക് ന്യൂസ് ചെയ്ത ആളെ പിടിച്ചു, അവർ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളകത്തേക്ക് കയറാൻ വേണ്ടി എൻട്രൻസിൻ്റെ അകത്തേക്ക് എത്തിയിരിക്കുന്നു. താജ്മഹൽ വന്നിട്ട് തിരിച്ചു പോയതാണ്. കാര്യം ഇവിടെ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ വിഷ്ണുവിൻ്റെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു താജ്മഹലിൽ ബോംബ് ഉണ്ടെന്ന് പറഞ്ഞൊരു ഫേക്ക് ന്യൂസ് വന്നു. അപ്പോൾ അതുകൊണ്ട് താജ്മഹൽ അടച്ചു പൂട്ടിയത്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇവിടെ ആ പറഞ്ഞ ആൾ ഫേക്ക് ന്യൂസ് ചെയ്ത ആളെ പിടിച്ചു, അവർ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളകത്തേക്ക് കയറാൻ വേണ്ടി എൻട്രൻസിൻ്റെ അകത്തേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ താജ്മഹലിൻ്റെ എൻട്രൻസിലേക്ക് കയറുന്നതാണ്. താജ്മഹൽ എൻട്രൻസ്. As the Akbar tombs, I was talking about this baby Taj, also known as the Itmat-ud-Daula. Taj Mahal from the other side, it also looks beautiful. She was a wife of the Akbar, Maryam. Okay. And therefore we call it Maryam tomb. That was the first site built by Mughals here, known as a Rambagh, or they are claiming it was Arambagh. Arambagh. Similarly, Babri Masjid. Okay, so and this is the Chini Garuza, was a small. Okay. Very recently, Okay. we have small bricks. Here we call them Lahori Eat. Lahori Eat. Yes. Okay. The small bricks. Okay. So actually the main structure made of Lahori Eat, and then layer of the sandstone. Sandstone. Similarly, about the Taj Mahal. Okay. So Lahori bricks and then layer of marble. Okay. There is not made of solid marble. There is a facade of marble. Facade of marbles. Yes. And you'll be surprised to know that the people who built Taj Mahal, they were not Indian. The people who built the Taj Mahal, they were Persian artists. Persian artist. Or we rather call them Iranians. Okay. They were living in this room. When they finished Taj Mahal, when they completed, we shift them behind of South Gate, where you went actually when you misplaced. yeah. So you went to the South Gate. The South Gate is over there. People don't come from there because it's very narrow. Oh, yeah, correct. Very congested. So congested. there, when you count them, those are 11 small ones. Oh, 11. Okay. 11 on the front, 11 on the back, 11, 11, 22. Okay. Which means that Taj Mahal was completed in 22 years. Okay. Because they were not having any type of date calendar, that was the way to count here. Okay. It was started to build 1631 till 1653 in 22 years with the help of the 20,000 people. 20,000. 20,000 people. Okay. Where we are walking this area known as a Char Bagh. Okay. Char means 4, Bagh means garden, 1, 2 and 2 on the other side. Okay. So this place is known as a Char Bagh. In the center, I'll let you know something. Nice person. Nice person. Now you come stand. Okay. And especially with the camera, you are showing them what you are going to see. Huh. This is the center of entire building. Yeah. You can see Okay. all the way the tiny gate where we have a grave. Okay. Alignment is perfect. Okay. Imagine we are talking about here 16th century, 17th century, when we were not having advanced tools, we Oh. were not having any type of electricity. Okay. Yet they made out something like this. And when you turn your camera towards your left, it's the center again. Okay. Where Okay. you're Okay. supposed to come with the west gate. Okay. And when you move a little bit more at the back, it's center again. When you Okay. move on your right, Yes. ഓക്കെ, നമ്മളിപ്പോ ഇത് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോ താജ്മഹലിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഫ്രണ്ടിൽ നമ്മൾ സെന്ററിൽ വന്ന് നിന്നിട്ട് 4 ഭാഗത്തേക്ക് നോക്കിയാൽ അന്ന് നമ്മൾ ഇത്ര മിഷനറിയും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അവരുടെ ഇത് ആശയങ്ങൾ വെച്ച് പണിത് നോക്കുമ്പോൾ ഇതൊരു സെന്റർ. ഞാൻ നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ വീണ്ടും അതൊരു സെന്റർ ഗേറ്റ് ആണ് കാണുന്നത്. ഇവിടുന്ന് വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞാൽ വീണ്ടും ഒരു സെന്റർ ഗേറ്റ് വേണ്ട. ഇത് കണ്ട വീണ്ടും ഒരു സെന്റർ. ഭയങ്കര സംഭവം. യെസ്, ഗുഡ്. but there is also but. Okay. There is also but. But okay. There is a but in there. According to Muslim people, according to Islamic people, according to Islamic ideology, you cannot make everything perfect. You are not supposed to do that. Okay. Because only God can make the perfect things according to them. So we have something over here which is not in center. That is the grave of the king. Okay. Please record this thing. Okay. Grave of the king, because this center Huh. has a connection with the grave of Mumtaz because it was built for her. Grave of the king on the right side. From here it's the left side. Okay. So the grave of the king not in center because he was building black Taj Mahal for himself. White he built for his wife. He Okay. was building black for himself.
will see the foundation right behind of this. Okay. If he was building second Taj Mahal, then how he can chop hands of the labor? Or if he hand chop of the labor, then how he was building second Taj Mahal? So what was the reality? The reality is when he was building second Taj Mahal, he was not able to build. He was arrested by his own son Aurangzeb. So he spoke to labor that I'm going to give you whatever I have. It's just that you stay here but do not work for anyone. It's like an idiom, hand chop of the labor, not literally that. Okay. Because Shah Jahan was a liberal man. He was not fanatic as Aurangzeb. Yes. Okay. You can see some flower leaves. Looks Okay. like a painting. You're painting. Color. Ah. There is no painting, no color, all real jewelry. Jewelry. That is all jewelry. Okay. Our ladies are wearing, we are wearing that jewelry inlaid into the white marble. Again, there is a myth that English, they took it away, jewelry from here. The jewelry always within a wall. Okay. And if you take it out, only the chips will come. So they left it. They left it the jewelry here. But what they have taken out from here, if you see the finial, the top brass thing on the top, that was an entire Taj Mahal was of gold. They replaced it twice. One with the solid brass. It was a solid gold, solid brass, and then with the hollow brass. Which one? The അതിന് മുകളിൽ the വന്നിങ്ങനെ red spire ഇത് thing ഉണ്ടോ? on the top. Sorry? The spire thing on the top, the brass thing, metal brass, thing. metal. That. Okay. You see how many we have? We have upstairs also. We have so many gold here. The gold was taken away by ബ്രിട്ടീഷ് എന്നെ എടുത്തിട്ട് പോയപ്പോ താജ്മഹലിന്റെ അകത്തേക്ക് നമ്മളിപ്പോ എൻട്രി ചെയ്തു. Give me your phone, sir. I'll take one picture of Taj Mahal. ഓക്കെ. പുള്ളി ഞങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് എടുത്തു തന്ന പിക്ചറാണ് ഈ കാണുന്നത്. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം സഹായിച്ച രവീഷ് ആണ് ഈ നിൽക്കുന്നത്.
നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടല്ലേ ആഗ്രയിൽ വരികയാണെങ്കിൽ താജ്മഹലുമായിട്ട് ആഗ്രയിൽ വരികയാണെങ്കിൽ പുള്ളിനെ കണ്ടാൽ മതി. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും പുള്ളിനെ വിളിക്കാം. രവീഷ് എന്നാണ് പേര്. പുള്ളിയുടെ നമ്പറും പേരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്താവശ്യമാണ് പുള്ളിനെ വിളിക്കാം. നമ്മൾ നന്നായിട്ട് സഹായിച്ച ഒരു വ്യക്തിയാണ് അത്. വെരി ഗുഡ് പേഴ്സൺ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, കാണുന്നവരെ. മണാലി റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മണാലിയിലേക്ക് നമ്മൾ നാളെ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞൊരു ധാബയിൽ കയറി. ഹൈവേ ആണിത്, NH46 ഹൈവേ. അപ്പോൾ അവിടുന്ന് തൊട്ടടുത്തുള്ളൊരു ധാബയിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് നമ്മളിൻ്റെ നേരെ റൂമിലേക്ക് പോകും. അപ്പോൾ ഭക്ഷണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് വന്നു, ഇതാണ് ഫുഡ് ഇന്നത്തത്. ഇത് മേസി റൊട്ടി എന്ന് പറയും. മേസി റൊട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാല പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ദാൽ മഖിനി, പനീർ ബട്ടർ മസാല, മേസി റൊട്ടിയും കൂടിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനി നമ്മൾ കഴിക്കാൻ പോണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ റൂമിലെത്താൻ വീണ്ടും കുറച്ചുകൂടി ലേറ്റ് ആവും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളെ മറ്റൊരു നല്ല വീഡിയോ മാറ്റുക. ഓക്കെ, ഗുഡ് നൈറ്റ്.